ടെഹ്റാന് മേൽ കനത്ത ആക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. അവിടെ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണമെന്നും പറഞ്ഞിരുന്നു. ടെഹ്റാനിൽ TV ചാനലുകളുടെയൊക്കെ ആസ്ഥാനം നിലനിൽക്കുന്ന മേഖലകൾ കൂടിയാണ്. ഇത് പറഞ്ഞ് അതായത് ഇസ്രായേലിൻ്റെ ഒരു മുന്നറിയിപ്പ് വന്നു 1 മണിക്കൂറിന് ശേഷം ഇറാൻ്റെ ഔദ്യോഗിക TV ചാനലായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബ്രോഡ്കാസ്റ്റിംഗിൻ്റെ ഓഫീസ് നിൽക്കുന്ന മേഖലയിൽ വലിയ സ്ഫോടനമുണ്ടാകുന്നു. അതായത് ഈ TV ചാനലിൻ്റെ ഓഫീസിൽ നിന്ന് സഹർ ഇമാമി എന്ന് പറയുന്ന വാർത്താ അവതാരക വാർത്തകൾ പ്രസൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇസ്രയേലിൻ്റെ അധിനിവേശത്തെ തുടർന്ന് പൊടിയും മണ്ണുമൊക്കെ തന്നെ ഈ ചാനൽ ഓഫീസുകളുടെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ സ്റ്റുഡിയോ മുഴുവൻ പ്രകമ്പനം കൊള്ളുന്ന രീതിയിൽ വലിയൊരു ശബ്ദം കേൾക്കുന്നു. ഒരു സ്ഫോടനത്തിൻ്റെ ശബ്ദമാണ്. പെട്ടെന്ന് ഈ പറയുന്ന സഹർ ഇമാമി വാർത്ത വായിക്കുന്ന കസേരയിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. ഇത് ലോകം മുഴുവൻ തത്സമയം കണ്ടതാണ്. അതായത് ടെഹ്റാനെ ആക്രമിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി 1 മണിക്കൂറിനുള്ളിൽ അവരുടെ ഔദ്യോഗിക TV ചാനലിൻ്റെ ഓഫീസ് നിൽക്കുന്ന കേന്ദ്രത്തിലേക്ക് വരെ ഇസ്രായേൽ ആക്രമണം നടത്തി. സാധാരണഗതിയിൽ യുദ്ധസമയത്തൊക്കെ തന്നെ ഈ മീഡിയ പേഴ്സൺസിന് നേരെ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് നേരെ ഒന്നും ആക്രമണം നടത്തരുത്, അതിനെ യുദ്ധക്കുറ്റമായി വരെ കണക്കാക്കാം. ഇപ്പോൾ UN പലരും ആവശ്യപ്പെട്ടേക്കുന്നത് ഇതൊരു യുദ്ധക്കുറ്റമായിട്ട് കാണണം, ഇസ്രായേലിനെതിരെ നടപടിയെടുക്കണമെന്നൊക്കെയാണ്. പക്ഷേ ഈ സംഭവത്തിന് ശേഷം സഹർ ഇമാമി എന്ന് പറയുന്ന വാർത്താ അവതാരക വീണ്ടും തിരിച്ചെത്തുന്നു. എന്നിട്ട് തൻ്റെ സീറ്റിലിരുന്നിട്ട് പറയുന്നു, ധൈര്യമുണ്ടെങ്കിൽ ഒരു തവണ കൂടി ഇസ്രായേൽ ആക്രമണം നടത്തൂ, ഞങ്ങൾ ഇതുകൊണ്ടൊന്നും ഭയപ്പെടുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണുന്നത് മറ്റൊരു അവതാരകൻ ഇവിടേക്ക് വരുന്നു. എന്നിട്ട് ഈ സഹർ ഇമാമിയെ ഒരു ഗസ്റ്റ് ഇരിക്കുന്ന പോലെ ഒരു ചെയറിലിരുത്തിയിട്ട് എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ പറയുന്നുണ്ട് വാർത്ത അവതരിപ്പിക്കുമ്പോഴാണ് പെട്ടെന്ന് സ്ഫോടന ശബ്ദം കേട്ടത്. ഇതിനുശേഷം ഈ TV ചാനലിൻ്റെ പുറത്ത് നിന്ന് റിപ്പോർട്ടർമാർ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ പിന്നിൽ കാണുന്നത് ഈ പറയുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് പറയുന്ന TV ചാനലിൻ്റെ ഓഫീസിൽ നിന്ന് കത്തുകയാണ്. ഈ കത്തുന്നതിൻ്റെ മുന്നിൽ നിന്നാണ് പറയുന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ ഇന്ന നാശനഷ്ടങ്ങൾ ഉണ്ടായെന്ന്. എന്നിട്ട് പറയുകയാണ്, ഇതുകൊണ്ടൊന്നും ഇസ്രായേലിന് ഞങ്ങളുടെ ഇസ്ലാമിക വീര്യത്തെ തകർക്കാൻ കഴിയില്ല, ഞങ്ങൾ ഇതിനെയൊക്കെ അതിജീവിക്കുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഞങ്ങൾക്ക് ഈ സ്റ്റുഡിയോ ഇല്ലെങ്കിൽ പോലും പുറത്തു നിന്ന് ലൈവ് സംപ്രേഷണങ്ങൾ നടത്താൻ സാധിക്കുമെന്നും അവർ പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന സഹർ ഇമാമി മറ്റ് അവതാരകർ റിപ്പോർട്ടേഴ്സ് ഒക്കെ തന്നെ പറയുന്നു ഇസ്രായേൽ ചെയ്തത് യുദ്ധക്കുറ്റമാണ്, ഞങ്ങൾ ഈ പറയുന്ന സ്റ്റുഡിയോ ഇല്ലെങ്കിലും വാർത്തകൾ അവതരിപ്പിക്കും, ലോകം മുഴുവൻ കണ്ടതാണ് ഞങ്ങളെ ആക്രമിക്കുന്നത്. ഇസ്രായേൽ അതിന് കൃത്യമായിട്ട് മറുപടി പറയുന്നു. കാരണം ഇറാൻ ഭരണകൂടത്തെയും ഇസ്ലാമിക വിപ്ലവത്തെയും വേരോടെ പിഴുതു മാറ്റുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ടാണ് ഇറാൻ ജനതയോട് ഞങ്ങൾ പറഞ്ഞത് അവിടുത്തെ സൈനിക ആയുധ സംഭരണ മേഖലകൾക്ക് സമീപത്ത് നിന്ന് ടെഹ്റാൻ്റെ പരിസരത്ത് നിന്നൊക്കെ നിങ്ങൾ ഒഴിഞ്ഞു പോകണം. കാരണം ഞങ്ങൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഓഫീസുകൾക്ക് നേരെ, തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾക്ക് നേരെ ആക്രമണം നടത്തും, നിങ്ങൾ ഗ്രാമീണ മേഖലയിലേക്ക് പോകണം. അങ്ങനെ നിരവധി ആളുകൾ വാഹനങ്ങളിലും മറ്റുമായി റൂറൽ മേഖലയിലേക്ക് പോവുകയും പാതകളൊക്കെ ഏതാണ്ട് വിജനമാവുകയും ചെയ്തു. പക്ഷേ ഇത്തരത്തിൽ ഒരു TV ചാനലിൻ്റെ ഓഫീസിനെ ഇസ്രായേൽ ആക്രമിക്കുമെന്ന് ഒരുപക്ഷെ ലോകത്താരും പ്രതീക്ഷിച്ചില്ല. മാത്രമല്ല ലോകത്തിന് കൃത്യമായ ഒരു നിർദ്ദേശം ടെലികാസ്റ്റിംഗ്, അതായത് ലൈവ് ടെലികാസ്റ്റോടെ നൽകാനും ഇസ്രായേലിന് സാധിച്ചു. അതായത് ഞങ്ങളെ ഇറാൻ ആക്രമിച്ചിരുന്നല്ലോ, അതിൻ്റെ ദൃശ്യങ്ങൾ ഞങ്ങൾ പുറത്തുവിട്ടതാണ്, അതിന് കനത്ത തിരിച്ചടി ഞങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. അപ്പോൾ ഈ തിരിച്ചടിയുടെ തുടർച്ച എന്ന് പറഞ്ഞാൽ ആയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്ന ഇറാൻ്റെ പരമോന്നത നേതാവിനെ തീർക്കുമെന്നാണ് ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്. അതോടുകൂടി ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിക്കും, അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കാൻ അതേ മാർഗമുള്ളൂ. ഇത് മനസ്സിലാക്കിയതോടുകൂടി ആയത്തുള്ള അലി ഖമനേയി കുടുംബസമേതം ഇപ്പോൾ ബങ്കറുകളിൽ നിന്ന് ബങ്കറുകളിലേക്ക് മാറി മാറി ഒളിച്ചു താമസിക്കുകയാണ്. ആ ഖമനേയി മാത്രമല്ല, ഖമനേയുടെ മകനുണ്ട് മുജ്തബ ഖമനേയി, ഇയാളും കുടുംബവും ഇങ്ങനെയാണ്. അതായത് സ്വന്തം കുടുംബത്തെ സംരക്ഷിച്ച് അണികളെയെല്ലാം യുദ്ധമുഖത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് രക്ഷപ്പെടാനായിട്ടാണ് ഈ ഇറാൻ്റെ പരമോന്നത നേതാവ് ശ്രമിക്കുന്നത്. ഇത് ഇയാൾ മാത്രമല്ല, ഇറാൻ്റെ പിന്തുണയിലുണ്ടായിരുന്ന പ്രോക്സി സംഘടനകളുടെ എല്ലാം തലവന്മാർ ഇതാണ് ചെയ്തത്. നമുക്കറിയാം നേരത്തെ ഇസ്മയിൽ ഹനിയ ഹമാസിൻ്റെ നേതാവാണെങ്കിൽ പോലും ഗസയിലോ മറ്റും വരില്ലായിരുന്നു, പകരം ഖത്തറിലും ഇറാനിലുമൊക്കെ മാറി മാറി താമസിക്കും. എന്നിട്ട് സ്യൂട്ടും കോട്ടും ഒക്കെ ധരിച്ചുകൊണ്ട് ഒരു അണികളെ യുദ്ധമുഖത്തേക്ക് തള്ളിവിട്ടിട്ട് താൻ ഒരു ആഡംബര ജീവിതമാണ് നയിക്കുന്നതെന്ന് അയാൾ തന്നെ ബോധ്യപ്പെടുത്തിയതാണ്. ഒടുവിൽ ഇറാനിലെ ഒരു ഗസ്റ്റ് ഹൗസിൽ ഇരുന്നപ്പോൾ മൊസാദ് പ്രിസൈസ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് നടത്തിയിട്ട് ഇയാളെ കൊലപ്പെടുത്തുകയായിരുന്നു. അന്ന് അണികൾ തിരിച്ചറിഞ്ഞു ഇയാൾ നമ്മളെ കൊലയ്ക്ക് കൊടുക്കുകയാണ്, ഇയാൾ സേഫായിട്ട് നിൽക്കുകയാണ്, അവിടെ പോയി മൊസാദ് കൊന്നതാണെന്നും. മറ്റൊരാളാണ് ഹസൻ നസറുള്ളയും ഹമാസിൻ്റെ നേതാവായിരുന്നു. ഇയാളും സുരക്ഷിതമായ താവളങ്ങളിലാണ് താമസിച്ചിരുന്നത്. ഇയാളും കുടുംബവും തന്നെ വളരെ സേഫായ സ്ഥലങ്ങളിലൂടെ മാറി
താമസിക്കുകയും ചെയ്യുന്നു. ലെബനനിലെ ഒരു ഭൂഗർഭ അറയിലേക്ക് ഒരു ബങ്കർ ബസ്റ്റർ ആക്രമണം നടത്തിയാണ് ഒടുവിൽ ഇസ്രായേലിന് ഇയാളെ കൊലപ്പെടുത്താനായിട്ട് സാധിക്കുന്നത്. മറ്റൊരാളെന്ന് പറയുന്നത് യാഹിയ സിൻവറാണ്. യാഹിയ സിൻവറും ഇതുപോലെ തന്നെ ആഡംബര ജീവിതമൊക്കെ നയിച്ച് പക്ഷേ ഇസ്രായേലി ജനങ്ങളെ ക്രൂരമായി ഉപദ്രവിക്കുന്നതും കൊല്ലുന്നതുമൊക്കെ നേരിട്ട് കണ്ട് ആസ്വദിച്ച ഒരു ക്രൂരനായിരുന്നു. മാത്രമല്ല സ്ത്രീകളെ പോലെ വേഷവുമൊക്കെ ധരിച്ച് ജനങ്ങൾക്കിടയിൽ ഇറങ്ങി നടക്കുന്നു, സ്ത്രീകൾക്കൊപ്പം സഞ്ചരിക്കുന്നു, ബന്ദികളെ കൂടെ നിർത്തുന്നു. ഇതൊക്കെ തന്നെ നമ്മൾ കണ്ടത്. ഇയാളെ വിളിക്കുന്നത് ഗസയിലെ കശാപ്പുകാരൻ എന്നാണ്. ഇയാളെ ഒടുവിൽ ഒരു ഡ്രോൺ ആക്രമിക്കാൻ വരുന്നു. അപ്പോൾ കസേര എടുത്ത് ഇയാൾ ഡ്രോണിനെ കൊല്ലാനായിട്ട് അല്ലെങ്കിൽ അടിച്ചോടിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഇതിൻ്റെയൊക്കെ ദൃശ്യങ്ങൾ ലോകമെങ്ങും കണ്ടതാണ്. ഒടുവിൽ ഇസ്രായേൽ ഇയാളെയും തീർക്കുകയാണ്. അങ്ങനെ ഈ നേതാക്കളെല്ലാം തന്നെ, ഇയാളുടെ ഒരു സഹോദരനുണ്ട് ഈ യാഹിയ സിൻവറിൻ്റെ, അതായത് മുഹമ്മദ് സിൻവാർ. ഈ മുഹമ്മദ് സിൻവാർ ഇതുപോലെ തന്നെ ലൈംഗിക താല്പര്യമൊക്കെ ഉള്ള ഒരാളാണ്. ക്രൂരമായി ലൈംഗിക ഉപദ്രവങ്ങളൊക്കെ നടത്തുന്ന വ്യക്തിയാണ്. ഇയാളും ഈ തരത്തിൽ സ്വന്തം കുടുംബത്തിന്, സ്വന്തം ആഡംബര ജീവിതത്തിന് വേണ്ടി മുന്നോട്ട് പോയ ആൾക്കാരാണ്. ഇതൊക്കെ തന്നെ ഗാസയിലെ ജനങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഇറാനിലെ ജനങ്ങൾ ഇപ്പോൾ മനസ്സിലാക്കുന്നു. അയത്തുള്ള അലി ഖമനേയി എന്ന് പറയുന്ന നേതാവും ഹമാസിൻ്റെ നേതാക്കളും എല്ലാം ഏതാണ്ട് ഒരേ കാറ്റഗറിയിൽപ്പെട്ടതാണ്. ഇവർ ആഡംബര ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ധനം മുഴുവൻ ധൂർത്തടിക്കുന്നു, ഒപ്പം അണികളെയൊക്കെ തന്നെ കൈവിടുന്നു. ഇവർക്ക് വലുത് സ്വന്തം ജീവനും സ്വന്തം കുടുംബവുമാണ്. ഇവിടെ അയത്തുള്ള അലി ഖമനേയിക്കും മൊജ്തബ ഖമനേയിക്കും നേരെ ഭീഷണിയുണ്ട്. അമേരിക്കയുടെ പിന്തുണ ലഭിക്കാത്തത് കൊണ്ടാണ് ഇസ്രയേൽ ഈ ഖമനേയിയെ കൊല്ലാത്തതെന്നൊരു വാർത്ത പ്രചരിച്ചു. ഇപ്പം നെതന്യാഹു പറയുന്നു അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾക്ക് ട്രംപ് അങ്ങനെ ഒരു നിർദ്ദേശമേ നൽകിയിട്ടില്ല, ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും ആക്രമണം നടത്താം. ഇപ്പോൾ ഇവരാകപ്പാടെ പേടിക്കുകയാണ്. അപ്പോൾ ടെഹ്റാൻ്റെ വടക്ക് കിഴക്കൻ മേഖലയിലെ ജനങ്ങൾ ഒഴിഞ്ഞു പോകുന്നു. ടെഹ്റാൻ്റെ പ്രാന്തപ്രദേശത്ത് എവിടെയോ ബങ്കറിൽ ഈ പറയുന്ന അയത്തുള്ള അലി ഖമനേയി ഒളിച്ചിരിപ്പുണ്ട്. ഈ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അങ്ങനെ ഒരു വിവരം ഇറാൻ പുറത്തു വിടണമെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഉറപ്പായിട്ടും ഖമനേയി ഉണ്ടാകുന്നത്. കാരണം ഇസ്രായേലിനെ അങ്ങനെയെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയുമോ? അപ്പോൾ മരണഭീതിയിൽ ബങ്കറുകളിൽ നിന്ന് ബങ്കറുകളിലേക്ക് നീങ്ങുന്ന ഒരു ഭീരുവായ നേതാവായിട്ട് ഇപ്പം തന്നെ ഇറാനിയൻ ജനത ഇയാളെ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത്, നിങ്ങളുടെ നാട്ടിലെ മതഭരണകൂടത്തെ ഞങ്ങൾ തകർക്കാൻ പോവുകയാണ്, അവിടെ ഒരു ഭരണ മാറ്റമുണ്ടാകണം. ഈ മതത്തെ മാത്രം പേടിച്ച് കഴിയുന്ന ജനങ്ങൾ എന്ന നിലയിൽ നിന്ന് സ്വാതന്ത്ര്യം ആസ്വദിക്കുന്ന ജനങ്ങളായിട്ട് നിങ്ങൾ മാറണം. 1979 ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ച് ആയത്തുള്ളമാർ അധികാരത്തിൽ വരുന്നു. ആദ്യം ഒരു ആയത്തുള്ള വന്നു, പിന്നീട് പിന്തുണക്കാരനായിട്ട് ആയത്തുള്ള അലി ഖമനേയി വരുന്നു. ഏതാണ്ട് 3.5 പതിറ്റാണ്ടായിട്ട് അയാൾ അവിടുത്തെ പരമോന്നത നേതാവായി നിലകൊള്ളുന്നു. ഇനി ഇത്തരത്തിലുള്ള മത നേതൃത്വം അവിടെ വേണ്ട. സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന, അവിടുത്തെ ജനങ്ങളുടെ വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന ഭരണകൂടത്തെ ഞങ്ങൾ അട്ടിമറിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടാണ് നിങ്ങളെ ആക്രമിക്കുന്നത്. ഈ നഗരപ്രദേശങ്ങളിൽ നിന്ന്, അതുപോലെ തന്നെ ടെഹ്റാൻ്റെ പ്രാന്തപ്രദേശത്ത് നിന്നൊക്കെ ആളുകൾ ഒഴിഞ്ഞു പോകണം. ഈ ഒഴിഞ്ഞു പോകണമെന്ന നിർദ്ദേശം പാലിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനാണ് ഇറാൻ്റെ ഔദ്യോഗിക ടെലിവിഷനായ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ ഓഫീസിന് സമീപത്തേക്ക് തന്നെ ആക്രമണം നടത്തുന്നത്. അപ്പോൾ ചാനൽ അവതാരക പെട്ടെന്ന് ഈ ലൈവ് ടെലികാസ്റ്റിൻ്റെ സമയത്ത് തന്നെ ഓടി മാറുന്നു എന്നൊക്കെ പറയുമ്പോൾ ലോകം തന്നെ ഞെട്ടിയിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തും. കഴിഞ്ഞ 5 ദിവസമായി തുടരുന്ന ആക്രമണങ്ങളിൽ 5-ാം ദിവസം ഇസ്രായേൽ വലിയ മേൽക്കൈ നേടിയെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 24 പേർ ഇസ്രായേലി ജനത 24 പേർ കൊല്ലപ്പെട്ടെങ്കിൽ ഇറാൻ്റെ 250 മുതൽ 400 വരെ ആളുകൾ കൊല്ലപ്പെട്ടു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇനിയും ആക്രമണം രൂക്ഷമാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ട്രംപ് പറയുന്നത് എത്രയും വേഗം ആണവ കരാറിൽ ഒപ്പിടുകയോ ഇസ്രായേലുമായിട്ട് ഒരു യുദ്ധ കരാറിലേക്ക്, അതായത് വെടിനിർത്തൽ കരാറിലേക്ക് നിങ്ങൾ പോവുക, അതിന് വേണ്ടത് ഇറാൻ കീഴടങ്ങുക എന്നുള്ളതാണ്. അത്തരം ഒരു നീക്കത്തിലേക്ക് ഇറാൻ നീങ്ങുമോ, അതോ ഇസ്രായേൽ ആക്രമിച്ച് അവരെ ഉന്മൂലനം ചെയ്യുമോ? ഇതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.